നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലേക്ക് ട്രേഡ് അപ്രന്റീസുകളെ വിളിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അത് ഇന്ത്യയിലെ ഒരു ലാർജസ്റ്റ് ഒരു കൊമേഴ്ഷ്യൽ അണ്ടർടേക്കിംഗ് ആണ്. അതോടൊപ്പം തന്നെ അതൊരു ഫോർച്യൂൺ ഗ്ലോബൽ 500 കമ്പനിയാണ്. ഇവര് 3 തരത്തിലുള്ള അപ്രന്റീസുകൾ ക്ഷണിച്ചുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ വെച്ചിരിക്കുന്നത്. അതായത് ട്രേഡ് അപ്രന്റീസ്, ടെക്നീഷ്യൻ അപ്രന്റീസ്, ഗ്രാജുവേറ്റ് അപ്രന്റീസ്. അപ്പോൾ ഓരോ വിഭാഗത്തിലേക്കും എത്ര വേക്കൻസി ഉണ്ടെന്നും എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് എന്നും അതോടൊപ്പം തന്നെ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഇവര് പല റീജിയൻസിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റീജിയൻ വൈസ് ആണ്. നമ്മുടെ സതേൺ റീജിയനിലേക്കും നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. സതേൺ റീജിയൻ എന്ന് പറഞ്ഞാൽ കർണാടക, തെലങ്കാന, പോണ്ടിച്ചേരി, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരള ഉൾപ്പെടുന്നതാണ് ഈ സതേൺ റീജിയൻ. അപ്പോൾ സതേൺ റീജിയനിൽ ഫുൾ ആയിട്ടാണ് വിളിച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ കേരളത്തിൽ എത്ര വേക്കൻസി ഉണ്ടെന്നും കേരളത്തിൽ ഏതൊക്കെ ട്രേഡുകളിലേക്കാണ് ഇവർ അപ്രന്റീസ്ഷിപ്പ് വിളിച്ചിരിക്കുന്നതെന്നും ഇവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ട്രേഡ് അപ്രന്റീസിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ട്രേഡ് അപ്രന്റീസ് ആയിട്ട് 5 കാറ്റഗറിയിലേക്കാണ് ഇവർ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തിരിക്കുന്നത്. അതായത് ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, മെഷീനിസ്റ്റ്, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, അങ്ങനെ 5 കാറ്റഗറിയാണ്. ഇത് എല്ലാ കാറ്റഗറിക്കും 1 വർഷത്തേക്കാണ് അപ്രന്റീസ്ഷിപ്പ് നൽകുന്നത്. ഇതില് ട്രേഡ് അപ്രന്റീസ് വിഭാഗത്തില് കേരളത്തിൽ 15 വേക്കൻസികളാണ് ഉള്ളത്. അതിൽ തന്നെ ഓരോ കാറ്റഗറിക്കും റിസർവേഷൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 9 വേക്കൻസി ആണുള്ളത്. EWS 1, SC 1, OBC 4 ട്രേഡ് അപ്രന്റീസിന്റെ വേക്കൻസി. അത് അടുത്തത് നമുക്ക് ടെക്നീഷ്യനെ നോക്കാം. 6 കാറ്റഗറിയിലാണ് ടെക്നീഷ്യൻ അപ്രന്റീസ്ഷിപ്പിന് കോൾ ഫോർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ടോട്ടൽ വേക്കൻസി 5 ആണ്. അതായത് ട്രേഡ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെന്റേഷൻ, സിവിൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, കൂടാതെ ഇലക്ട്രോണിക്സ്. ഈ 5 വേക്കൻസിൽ 4 അൺറിസർവ്ഡ് ആണ്, 1 OBC റിസർവ് ചെയ്തതാണ്. അടുത്തതാണ് ഗ്രാജുവേറ്റ് അപ്രന്റീസ്. ഗ്രാജുവേറ്റ് അപ്രന്റീസ് കേരളത്തിൽ നിന്ന് 40 വേക്കൻസിയാണ് ഉള്ളത്. അതില് 22 അൺറിസർവ്ഡ് ആണ്. 4 EWS കാൻഡിഡേറ്റ്സിനുള്ളതാണ്. വേറെ 4 SC കാൻഡിഡേറ്റ്സിനുള്ളതാണ്. OBC കാൻഡിഡേറ്റ്സിന് 10. അതോടൊപ്പം തന്നെ ഈ ഗ്രാജുവേറ്റ് അപ്രന്റീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് PWBD കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് അവരുടെ ഡിസബിലിറ്റി എന്താണെന്നുള്ളത് ഇവിടെ സൈറ്റിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ടോട്ടൽ വേക്കൻസി പൊസിഷൻ വരുന്നത്. അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞ ട്രേഡ് അപ്രന്റീസുകൾക്കാണെങ്കിൽ മെട്രിക്കുലേഷൻ പാസ്സായതിനു ശേഷം ഫുൾ ടൈം 2 ഇയർ ITI കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് അതാത് ട്രേഡുകളിൽ ITI കഴിഞ്ഞവരെയാണ് ഇതിനെ പ്രിഫർ ചെയ്യുക. രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത് ടെക്നീഷ്യൻ അപ്രന്റീസ്. അതില് 3 ഇയർ ഫുൾ ടൈം ഡിപ്ലോമ കഴിഞ്ഞവരെയാണ് ഇവർ കൺസിഡർ ചെയ്യുക. ഇതും റെഗുലർ ആയിട്ട് പഠിച്ച ഡിപ്ലോമ ആയിരിക്കണം. ഈ ടെക്നീഷ്യൻ അപ്രന്റീസും അതാത് ട്രേഡിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഞാൻ ആദ്യം ഒരേ ട്രേഡുകൾ പറഞ്ഞിരുന്നു. അതാത് ട്രേഡിലുള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യുക. അടുത്തതാണ് ഗ്രാജുവേറ്റ് അപ്രന്റീസ്. ഗ്രാജുവേറ്റ് അപ്രന്റീസിന്റെ ക്വാളിഫിക്കേഷൻ BBA, BA, BCom അതല്ലെങ്കിൽ BSc, അതായത് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഡിഗ്രിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് എല്ലാ കാറ്റഗറിയിലും ജനറൽ കാറ്റഗറിക്കും EWS മിനിമം 50% ക്വാളിഫയിങ് മാർക്കെങ്കിലും നിങ്ങൾ നേടിയിട്ടുണ്ടാവണം. OBC NCL 45% ആണ് മിനിമം ക്വാളിഫയിങ് മാർക്ക്. SC ST PWBD കാൻഡിഡേറ്റ്സിന് ജസ്റ്റ് പാസ് ആയാലും മതി. ഇനി വേറൊരു കണ്ടീഷൻ ഇവർ എടുത്ത് പറയുന്നത് നിങ്ങൾ ഈ ഡിഗ്രി നേടിയത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫുൾ ടൈം റെഗുലർ കോഴ്സ് ആയിരിക്കണം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക. കറസ്പോണ്ടൻസ് കോഴ്സ്, ഡിസ്റ്റൻസ് കോഴ്സ് അല്ലെങ്കിൽ പാർട്ട് ടൈം അങ്ങനെയുള്ള ഒരു കോഴ്സുകൾ ഇവർ അംഗീകരിക്കില്ല. പക്ഷേ നിങ്ങൾ ലാറ്ററൽ എൻട്രി വഴിയാണ് ഡിപ്ലോമയ്ക്ക് ചേർന്നത്, അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിഗണിക്കുന്നതാണ്. ഇനി നമ്മൾ മിനിമം ഒരു ക്വാളിഫിക്കേഷൻ മാർക്ക് പറഞ്ഞല്ലോ, അത് പെർസെൻറ്റേജിനാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് CGPA അല്ലെങ്കിൽ OGPAയിലാണെങ്കിൽ അത് ഇക്വലന്റ് ആയിട്ട് നിങ്ങൾ പെർസെൻറ്റേജിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതാണോ റൂൾ ഫോളോ ചെയ്യുന്നത് ആ റൂൾ അനുസരിച്ച് നിങ്ങളത് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത് ഏത് ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടാണ് യൂണിവേഴ്സിറ്റി ഇത് കൺവേർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു ലെറ്ററും കൂടി നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. നിങ്ങൾ ഇതിന് മുന്നേ ഒരു 1 ഇയർ അപ്രന്റീസ്ഷിപ്പോ അതല്ലെങ്കിൽ ജോബ് എക്സ്പീരിയൻസോ നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഇതോടൊപ്പം തന്നെ നിങ്ങൾ 31/1/2025 പ്രകാരം നിങ്ങൾ ഈ ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷനോ നേടിയത് 4 വർഷത്തിന് മുന്നേ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. 4 വർഷം വരെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ.
അതോടൊപ്പം തന്നെ നിങ്ങൾ ITI ആണ് പഠിച്ചതെങ്കിൽ ITI 5 വർഷമോ അതിന് മുന്നേ ആണ് നിങ്ങൾ പാസ്സായിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഇതിന്റെ ഡേറ്റ് 31/1/2025 ആണ്. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞതിനേക്കാളും ഹയർ ക്വാളിഫിക്കേഷൻ ആണ് ഉള്ളതെങ്കിൽ, അതായത് BTechോ MCAയോ MBAയോ അല്ലെങ്കിൽ CA ICWA LLB അങ്ങനെ ഏതെങ്കിലും ഒരു ഹയർ ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഏജ് ലിമിറ്റ് പറയുന്നത് മിനിമം 18 ഇയേഴ്സ് മാക്സിമം 24 ഇയേഴ്സും ആണ്. ഇതിന് ആസ് പെർ റൂൾ അനുസരിച്ചിട്ടുള്ള റിലാക്സേഷൻ എല്ലാവർക്കും നൽകും. അതായത് SC/STക്ക് 5 ഇയേഴ്സും OBC NCLന് 3 ഇയേഴ്സും ഏജ് റിലാക്സേഷൻ നൽകും. PWPD കാൻഡിഡേറ്റ്സിന് 10 ഇയേഴ്സ് ആണ് ഏജ് റിലാക്സേഷൻ. ഇത് SC/ST വിഭാഗത്തിൽപ്പെടുന്ന PWPD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 15 ഇയേഴ്സും OBC വിഭാഗത്തിലുള്ളതാണെങ്കിൽ 13 ഇയേഴ്സും വരെ ഏജ് റിലാക്സേഷൻ ലഭിക്കും. സെലക്ഷൻ ക്രൈറ്റീരിയ വളരെ സിമ്പിൾ ആണ്. അതായത് ഒരു ഇന്റർവ്യൂ ഇല്ല, ഒരു റിട്ടേൺ ടെസ്റ്റും ഇല്ല. നിങ്ങളുടെ ക്വാളിഫയിങ് മാർക്ക് അനുസരിച്ചിട്ടാണ് നിങ്ങൾ ഇവരെ സെലക്ട് ചെയ്യുന്നത്. ക്വാളിഫയിങ് മാർക്ക് ഒന്നോ അതിൽ കൂടുതലോ ആൾക്കാർക്ക് സെയിം മാർക്കാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ ആരാണോ ഓൾഡർ ഇൻ ഏജ് അവരെ ആയിരിക്കും സെലക്ട് ചെയ്യുക. ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അവർ പറയുന്നത് പ്രകാരം പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. അതുകൂടാതെ നിങ്ങൾ ഇതിന് മെഡിക്കലി ഫിറ്റ് ആണെന്ന് കാണിക്കുന്ന അവരുടെ ഒരു മെഡിക്കൽ ഫിറ്റ്നസ്സും അണ്ടർഗോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ടെസ്റ്റും ഇന്റർവ്യൂ ഒന്നും ഇല്ലാത്തൊരു പ്രോഗ്രാമാണ് ഇത്. ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ട്രേഡ് അപ്രന്റീസിന് ഉള്ള വെബ്സൈറ്റും അതായത് ഗ്രാജുവേറ്റും ഡിപ്ലോമ അപ്രന്റീസിനുള്ള വെബ്സൈറ്റും ഡിഫറെന്റ് ആണ്. ഞാൻ ട്രേഡ് അപ്രന്റീസിന്റെ ആദ്യം വായിക്കാം. apprenticeshipindia.org/candidate-registration ഈ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡ് അപ്രന്റീസുകൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. അതായത് ITI പഠിച്ച കുട്ടികൾക്ക്. ഇനി ഡിപ്ലോമ ഗ്രാജുവേറ്റ്സിനും ഉള്ള വെബ്സൈറ്റ് ഞാൻ പറയാം. nats.education.gov.in/student-register.php ഇവിടെ പോയാൽ ബാക്കിയുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഓൺലൈൻ മോഡിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങൾ ഹാർഡ് കോപ്പി ഒന്നും അവർക്ക് അയച്ചു കൊടുക്കേണ്ടതില്ല. ഓൺലൈൻ മോഡിൽ അപ്ലൈ ചെയ്താൽ മതി. ഇനി ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് February 16th ആണ്. രാത്രി 11:55 PM വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇവിടെ ഫ്യൂച്ചർ കറസ്പോണ്ടൻസ് എല്ലാം ഇവർ ഇമെയിലിലൂടെയോ അല്ലെങ്കിൽ SMS-ലൂടെയോ ആയിരിക്കും നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു വാലിഡ് മൊബൈൽ നമ്പറും അതോടൊപ്പം ഒരു വാലിഡ് ഇമെയിൽ IDയും നൽകേണ്ടതാണ്. ഇതിലൂടെ ആയിരിക്കും ഫ്യൂച്ചർ കറസ്പോണ്ടൻസ്. അതോടൊപ്പം തന്നെ ഇവർ വെബ്സൈറ്റിലും ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പൊ ഇവർ എടുത്തു പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഒരു വർഷത്തേക്കെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മെയിൽ ID അതുപോലെ ഫോൺ നമ്പറും ആയിരിക്കണം നിങ്ങൾ നൽകേണ്ടതെന്ന്. പിന്നെ നിങ്ങൾ ഒരു ട്രേഡിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. 2 അതിൽ കൂടുതലോ ഏരിയയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങൾ റിജക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഏതാണോ നിങ്ങളുടെ ട്രേഡ് അതനുസരിച്ച് നിങ്ങൾ ഒരു ഡിസിപ്ലിൻ ചൂസ് ചെയ്ത് അപ്ലൈ ചെയ്യുക. നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട്. ആ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ആയിരിക്കണം നിങ്ങൾ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഏജ്, കാസ്റ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതെല്ലാം തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇത് നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടില്ല എങ്കിലും അതുപോലെ നിങ്ങൾ 18 ഇയേഴ്സ് തികഞ്ഞിട്ടില്ല എങ്കിലും ഇത് ഈ 2 ക്രൈറ്റീരിയയും കൺസിഡർ ചെയ്യണം 31/1/2025 ആ സമയത്ത് നിങ്ങൾ റിക്വയർഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ ഏജ് ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഡോക്യുമെന്റ്സ് കൂടാതെ നിങ്ങളുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ടും ഒരു ചെക്കും ഉണ്ടായിരിക്കണം. അത് നിങ്ങളുടെ പേരെഴുതിയ ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം. അതുപോലെ തന്നെ ചെക്കിൽ ഈ ബാങ്ക് അക്കൗണ്ട് അതുപോലെ തന്നെ ആധാർ നമ്പറുമായിട്ട് CD ചെയ്തിട്ടുള്ളതായിരിക്കണം. നിങ്ങളുടെ സ്റ്റൈഫൻഡും കാര്യങ്ങളെല്ലാം ഈ അക്കൗണ്ടിലേക്കായിരിക്കും അവർ അയച്ചു തരിക. അതിനാണ് അവർ ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യം എടുത്ത് പറയുന്നത്. ഓൺലൈൻ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ കയ്യിൽ കരുതേണ്ട ഡോക്യുമെന്റ്സ് എല്ലാ ഡോക്യുമെന്റ്സിന്റെ ഒറിജിനലും അതോടൊപ്പം തന്നെ ഒരു സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി നിങ്ങൾ കയ്യിൽ കരുതണം. അതായത് 10th സ്റ്റാൻഡേർഡോ അതല്ലെങ്കിൽ SSLCയോ അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ മാർക്ക് ഷീറ്റ് ഇത് ഏതെങ്കിലും കൺസേൺ ബോർഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആയിരിക്കും ഇവര് ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫായിട്ട് സ്വീകരിക്കുന്നത്. വേറെ ഒരു ഡോക്യുമെന്റ്സും ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഇവര് സ്വീകരിക്കുന്നതല്ല. അതുപോലെ ഓരോ കാറ്റഗറിക്കും SC/STക്ക് ആണെങ്കിൽ അതിൻ്റെതായ അവർ കോമ്പീറ്റന്റ് അതോറിറ്റിയിൽ നിന്ന് വാങ്ങുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇനി OBC NCLനാണെങ്കിൽ അവർ എവിടെ നിന്നാണോ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് ആ കോമ്പീറ്റന്റ് അതോറിറ്റിയിൽ നിന്ന് അവർ വാങ്ങിയ സർട്ടിഫിക്കറ്റ്. അതോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾ റെഗുലർ മോഡിലാണ് നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതെന്നും അതോടൊപ്പം തന്നെ ഏത് ഇയറിലാണ് നിങ്ങൾ പാസ്സായിരിക്കുന്നതെന്നും കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം.
ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഏതെല്ലാം സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടോ ആ സെമസ്റ്ററിന്റെ എല്ലാ മാർക്ക് ഷീറ്റും, ഇനിയിപ്പോൾ ഇയർ ആണെങ്കിൽ ആ ഇയർ വൈസ് ഉള്ള മാർക്ക് ഷീറ്റും, അതായത് നിങ്ങൾ ഗ്രാജുവേഷനോ ഡിപ്ലോമയ്ക്കാണോ പഠിച്ചത്, ഏതിനാണോ നിങ്ങൾ പഠിച്ചത് അതിന്റെ മാർക്ക് ലിസ്റ്റ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ പാൻ കാർഡ്, ആധാർ സീഡഡ് ബാങ്ക് അക്കൗണ്ട്, അതിന്റെ ഫ്രണ്ട് പേജും, അതോടൊപ്പം തന്നെ ക്യാൻസറിന്റെ ചെക്ക് ലീഫും പ്രൊഡ്യൂസ് ചെയ്യണം. അതോടൊപ്പം തന്നെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. ഇനി ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കൂടി കഴിഞ്ഞിട്ട് മെഡിക്കലി നിങ്ങൾ ഫിറ്റ് ആണെങ്കിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് ഒരു വെബ്സൈറ്റിലൂടെ അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഇമെയിൽ ഐഡിയിലോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇനി നമ്മൾക്ക് ഇതിന് എത്രയാണ് സ്റ്റൈഫൻഡ് ലഭിക്കുക എന്നും കൂടി നോക്കാം. സ്റ്റൈഫൻഡ് ലഭിക്കുന്നത് നമ്മുടെ അപ്രന്റീസ്ഷിപ്പ് ആക്ട് അനുസരിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഓരോ സ്റ്റേറ്റിനുള്ള റൂൾ അനുസരിച്ചിട്ടാണ് സ്റ്റൈഫൻഡ് ലഭിക്കുക. ഇത് ഗ്രാജുവേറ്റ് അപ്രന്റീസിനും അതുപോലെ തന്നെ ഡിപ്ലോമ അപ്രന്റീസിനും നിങ്ങളുടെ സ്റ്റൈഫൻഡിന്റെ 50% എമൗണ്ട് അപ്രന്റീസ്ഷിപ്പ് ബോർഡും ബാക്കി 50% ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമാണ് നൽകുക. ഇനി ട്രേഡ് അപ്രന്റീസിന്റെ കാര്യത്തിലാണെങ്കിൽ ഫുൾ എമൗണ്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് നൽകുക. ഈ നോട്ടിഫിക്കേഷനിൽ എത്രയാണ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, അത് അതിന്റെ റൂൾ അനുസരിച്ചിട്ട് എത്രയാണ് ഉള്ളത് അതായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് റിക്വയർഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ ഈ ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 16 മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും ഒരു എഡ്യൂക്കേഷൻ കണ്ടന്റ്, സ്കോളർഷിപ്പ് സ്കീം, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ജോബ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. Until then, bye from team Amazing Academics.